ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ മൂന്നാം മത്സരം ലോർഡ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് പടുത്തുയർത്തിയ 387 റൺസിനൊപ്പമെത്തിയാണ് ഇന്ത്യയും തുടർ ബാറ്റ് ചെയ്ത് രണ്ടാം ഇന്നിംഗ്സിൽ ബൗളിങ്ങിനിറങ്ങിയത്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ 192 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ചെയ്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 58 റൺസാണ് നിലവിൽ നേടിയത്. മൂന്നാം ടെസ്റ്റിൽ വിജയം നേടാനും പരമ്പരയിൽ ആധിപത്യം പുലർത്താനും ഇന്ത്യക്ക് ഇനി വേണ്ടത് 135 റൺസ് മാത്രമാണ്. നിലവിൽ ഇന്ത്യക്ക് വേണ്ടി ക്രീസിലുള്ളത് 33 റൺസ് നേടിയ KL രാഹുലാണ്. മത്സരത്തിലെ 4ാം ദിവസം ഇന്ത്യക്ക് ആദ്യ നഷ്ടമായത് യശസ്വി ജയ്സ്വാളിനെയാണ്. 0 റൺസിന് ജോഫ്ര ആർച്ചറാണ് താരത്തെ പുറത്താക്കിയത്. കരുൺ നായർ 14 റൺസിനും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 6 റൺസിനും പുറത്തായത് വലിയ തിരിച്ചടിയായിരുന്നു. ബ്രൈഡൻ കാസിക്കാണ് ഇരുവരുടെയും വിക്കറ്റ്. ശേഷമിറങ്ങിയ ആകാശ് ദീപിനെ 1 റൺസിന് ബെൻ സ്റ്റോക്സും മടക്കി അയച്ചു. ആദ്യ 2 ടെസ്റ്റിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച ഗിൽ മൂന്നാം മത്സരത്തിൽ ഫോം നഷ്ടപ്പെടുന്ന കാഴ്ചയാണുള്ളത്. ആദ്യ ഇന്നിംഗ്സിൽ 16 റൺസ് നേടിയ ഗിൽ രണ്ടാം ഇന്നിംഗ്സിൽ 6 റൺസാണ് നേടിയത് എങ്കിലും ഒരു വമ്പൻ റെക്കോർഡാണ് തൂക്കിയത്. ഇംഗ്ലണ്ടിനെതിരെ ഒരു ടെസ്റ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന നേട്ടമാണ് ഗിൽ സ്വന്തമാക്കിയത്. ഈ നേട്ടത്തിൽ രാഹുൽ ദ്രാവിഡിനെ മറികടന്നാണ് താരം ഒന്നാമതായത്. ഇംഗ്ലണ്ടിനെതിരെ ഒരു ടെസ്റ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരങ്ങളുടെ പട്ടിക നമുക്ക് പരിശോധിക്കാം. 1ാം സ്ഥാനത്ത് ശുഭ്മാൻ ഗില്ലാണ് 607 റൺസ്. 2ാം സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡാണ് 602 റൺസ്. 3ാം സ്ഥാനത്ത് വിരാട് കോഹ്ലി 593 റൺസ്.